മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധാരാളം വ്യക്തികൾ ടെലിഫോണിലൂടെയും ഇമെയിലിലൂടെയും SMS-ലൂടെയുമെല്ലാം അനവധി സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഭാരതീയ പൈതൃകത്തെക്കുറിച്ച്, ഭാരതീയ ചിന്താധാരകളെയും വിചാര വിശ്വാസങ്ങളെയും കുറിച്ച് എത്രയെല്ലാം വിവരിച്ചാലും ഈ ചോദ്യങ്ങളൊന്നും അവസാനിക്കില്ല. അനന്തമായ ഗ്രന്ഥങ്ങളുള്ള ഒരു സംസ്കാരത്തിൽ അനന്തമായ ചോദ്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്വയം ചിന്തിച്ച് ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തണം. നമ്മളൊരു റോസാപ്പൂവ് ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് അത് വിവരിക്കാൻ പറഞ്ഞാൽ ഓരോ വ്യക്തിയും ഓരോ രീതിയിലായിരിക്കും ആ റോസ പൂവിനെ കുറിച്ച് വിവരിക്കുക. ഒരു പെൺകുട്ടി ആ റോസാപ്പൂവിനെ കുറിച്ച് വിവരിക്കുന്നത് പോലെ ആയിരിക്കില്ല ഒരു കവി വിവരിക്കുന്നത്. ഒരു കെമിസ്ട്രി പഠിച്ച ആളോ, ഒരു ബോട്ടണി പഠിച്ച ആളോ, അല്ലെങ്കിൽ ഒരു പൂജാരിയോ, ഒരു പൂക്കച്ചവടക്കാരനോ, ഒരു റീത്ത് ഉണ്ടാക്കുന്ന ആളോ, അവരുടെ കയ്യിലെല്ലാം ഇതേ റോസാപ്പൂ കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരും വിവരിക്കുന്നത് അവരവരുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ടായിരിക്കും. ഭാരതത്തിലെ എല്ലാ ആചാരങ്ങൾക്കും വിചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എല്ലാം ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അവരവരുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട് ഓരോ ആചാരത്തിനും ഓരോ വിശ്വാസത്തിനുമുള്ള വിവരണങ്ങൾ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം അവരവർക്കുണ്ട്. അതുകൊണ്ട് ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മറ്റൊരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു, വേറൊരു പുസ്തകത്തിൽ വേറെ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. പലരോടും ചോദിച്ചപ്പോൾ പലതരത്തിലുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. ഇതെല്ലാം സ്വാഭാവികമാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടതും. എല്ലാവരും ഒരേ ഉത്തരം പറയുന്നത്, ഒരേ ക്ലാസ്സിൽ ഒരേ വിഷയം ഒരേ അധ്യാപകൻ ഒരേ കാലഘട്ടത്തിൽ പഠിപ്പിച്ചാൽ മാത്രമേ എല്ലാവരും ഒരേ ചോദ്യത്തിന് ഒരേ ഉത്തരം പറയുള്ളൂ. നമ്മൾ വ്യത്യസ്ത കളറുള്ള ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കുന്നു, വ്യത്യസ്ത രീതിയിലുള്ള വീടുകളിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു, വ്യത്യസ്ത സ്വാദുള്ള ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാത്തിനും ആപ്ലിക്കബിളാണ്. വ്യത്യസ്തമായിട്ടുള്ള ഉത്തരമായിരിക്കും. വ്യത്യസ്ത ഭാഷയിൽ വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിച്ച് ഒരേ ചോദ്യത്തിനോ ഒരുപോലെയുള്ള ചോദ്യത്തിനോ മറ്റുള്ളവർ ഉത്തരം കൊടുക്കാം. പിന്നെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചാൽ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ ഇന്ന് പറയുകയാണ്. ഇത് പ്രയോജനപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നുണ്ടാവും. ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഹിന്ദുക്കളുടെ ആചാരങ്ങൾക്ക് ഐകരൂപ്യമില്ല, ഇത് വലിയൊരു പ്രശ്നമല്ലേ എന്ന്. ഹിന്ദുക്കളുടെ ആചാരങ്ങൾക്ക് ഐകരൂപ്യം ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം നമ്മളുടെ എല്ലാ ആചാരങ്ങളും 29 ധർമ്മശാസ്ത്രത്തിൻ്റെയും ഗൃഹ്യസൂത്രത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഓരോ സംസ്ഥാനത്തിനും ഓരോ കാലാവസ്ഥയ്ക്കും ഓരോ ഭൂപ്രദേശത്തിനും അനുസരിച്ചിട്ടാണ് ആചാരങ്ങളിലും എല്ലാം മാറ്റം ഉണ്ടാവുക. അപ്പോൾ വിവിധ തരത്തിലുള്ള ആചാരങ്ങൾ നിലനിൽക്കട്ടെ, പരമമായ ലക്ഷ്യം അവയ്ക്കെല്ലാം ഒന്നാണ്. എല്ലാ ആചാരങ്ങളും ഒരേ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം മതത്തിൻ്റെ കാര്യത്തിലും ആപ്ലിക്കബിളാണ്. ക്രിസ്ത്യാനികളിലെ കത്തോലിക്കരുടെ ആചാരങ്ങൾ, സിലോൺ പെന്തക്കോസ്തുകാരുടെ ആചാരങ്ങൾ, മാർത്തോമക്കാരുടെ ആചാരങ്ങൾ, ജാക്കോബൈറ്റിൻ്റെ ആചാരങ്ങൾ, പ്രൊട്ടസ്റ്റൻ്റുകാരുടെ ആചാരങ്ങളെല്ലാം ഒരേപോലെയൊന്നും അല്ല, പലതും പല രീതിയിലാണ്. അടുത്ത ചോദ്യം, പുനർജന്മമുണ്ടോ? കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസറായ ബ്രയൻ എൽ വൈസ് എന്ന വ്യക്തി, ഇപ്പോൾ അദ്ദേഹം മിയാമി യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജി പ്രൊഫസറാണ്. അദ്ദേഹം എഴുതിയ 2-3-4 പുസ്തകങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ പുസ്തകം മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്, രണ്ടാമത്തെ പുസ്തകം മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ്. അതിഗഹനമായ പഠനങ്ങളിലൂടെ പുനർജന്മമുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. ഓരോ വ്യക്തിയും അയാളുടെ ആത്മാവ്, സോള് 6 ലെവലിലൂടെ കടന്നു പോകുന്നു. 6ാമത്തെ ലെവൽ കഴിയുമ്പോൾ ഇൻഡിവിഡുവൽ സോള് കോസ്മിക് സോളുമായിട്ട് മിക്സ് ചെയ്യുന്നു. അത്ര വരെയും ഈ പുനർജന്മമുണ്ട് എന്ന് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഭാരതീയ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്നത്.
അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ 7 പുസ്തകങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. അതിൽ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ്, മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ്, സെയിം സോൾ മെനി ബോഡീസ് വളരെ ശ്രദ്ധേയമായ പുസ്തകങ്ങളാണ്. പുനർജന്മമുണ്ടെങ്കിൽ മനുഷ്യനായി മാത്രമേ ജനിക്കുകയുള്ളൂ എന്നൊരു ചോദ്യം. റെട്രോഗ്രസീവ് ഹിപ്നോട്ടിസത്തിലൂടെയാണ് കഴിഞ്ഞ ജന്മങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ അറിയാൻ സാധിക്കുക. കാതറിൻ എന്ന പെൺകുട്ടിയിൽ റെട്രോഗ്രസീവ് ഹിപ്നോട്ടിസം നടത്തിയതിൻ്റെ പഠനഫലമാണ് മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ എഴുതിയിരിക്കുന്നത്. ഒരു മനുഷ്യന് പൂർവ്വജന്മത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ സാധിക്കുന്നത് മനുഷ്യനായിട്ടുള്ള പൂർവ്വജന്മത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. മൃഗമായിട്ടോ മറ്റു രീതിയിലോ പൂർവ്വജന്മം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യജന്മത്തിൽ അത് ഓർമ്മിക്കാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം വിവരിക്കുന്നു. പുനർജന്മമുണ്ടെന്നുള്ളതിന് എന്താണ് തെളിവ്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബീഹാറിൽ നിന്ന് സെലക്ട് ചെയ്ത 125 വ്യക്തികളിൽ അതിഗഹനമായ പഠനം നടത്തിയിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ ധാരാളം വ്യക്തികൾ പഠനം നടത്തുന്നുണ്ട്. ബ്രയൻ എൽ വൈസിൻ്റെ പഠനവുമെല്ലാം സെയിം സോൾ മെനി ബോഡീസ് എന്ന പുസ്തകത്തിൽ 600 പേരുടെ പഠനമാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. അതുതന്നെയാണ് അതിന് തെളിവ്. മാത്രമല്ല അതിഗഹനമായ ഭാരതീയ ഗ്രന്ഥങ്ങളിലെല്ലാം പുനർജന്മത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. പുനർജന്മം ഉണ്ടെങ്കിൽ ഒരാത്മാവ് വീണ്ടും പുനർജനിച്ചാൽ പിന്നെ പിതൃകർമ്മം നടത്തേണ്ട ആവശ്യമുണ്ടോ? പിതൃകർമ്മം എന്ന് പറയുന്നത് മരിച്ച ആളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കാനല്ല. ആത്മാവിന് നിറമോ രുചിയോ മണമോ സ്വഭാവമോ ഗന്ധമോ ആവശ്യമോ അനാവശ്യമോ ഒന്നുമില്ല. സാക്ഷിഭാവത്തിലിരിക്കുകയാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് ഉള്ള ഓർമ്മ നിലനിർത്താനാണ്. ആ വ്യക്തി നമുക്ക് നൽകിയ നന്മകളെ ഓർമ്മിക്കാനും അതിനുള്ള കടപ്പാട് അറിയിക്കാനുമാണ് പിതൃകർമ്മം നടത്തുക. ആ പിതൃകർമ്മം മാതൃവംശീ മൃതായശ്ച പിതൃവംശീ തഥൈവച ഗുരു ശുശുരബന്ധൂനാം ഈജാന്യേ ബാന്ധവാമൃത യമേ കുലേ ലുപ്തപിണ്ഡാഃ പുത്രധാര വിവർജിതാഃ ക്രിയാ ലോപഹതാശ്ചൈവ ജാത്യന്താ പങ്കവസ്തദാ വിരൂപാ ആമഗർഭാശ്ച ജ്ഞാതാകുലേ മമ ഭൂമൗ ദത്തേന ബലിനാ തൃപ്തായാന്തു പരാം ഗതി. ഒരാൾക്കല്ലാതെ അത് ആ മന്ത്രത്തിലൂടെ തന്നെ അച്ഛൻ്റെ വംശത്തിൽ ജനിച്ചവർ, അമ്മയുടെ വംശത്തിൽ ജനിച്ചവർ, LKG മുതൽക്ക് എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ വംശത്തിൽ ജനിച്ചവർ, എൻ്റെ ഭാര്യയുടെ വംശത്തിൽ ജനിച്ചവർ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വംശത്തിൽ ജനിച്ചവർ, എൻ്റെ കുലത്തിൽ ജനിച്ചവർ, എൻ്റെ സർവൻസ് ആയിട്ട് ജനിച്ചവർ, എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ളവർ, ഞാൻ ആരെയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടോ, അത് ഞാൻ ഏതെല്ലാം മൃഗങ്ങളുടെ ഉൽപ്പന്നം ഭക്ഷണമായിട്ട് കഴിച്ചിട്ടുണ്ടോ, ആ മൃഗങ്ങൾക്ക് ഏതെല്ലാം ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എന്നെ സഹായിച്ചവർക്ക് മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാഹ മിത്രങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, പശുക്കൾക്ക് ഞാൻ ഭക്ഷണമായിട്ട് എന്തെല്ലാം മൃഗങ്ങളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാഹ അവയ്ക്ക് എല്ലാത്തിനും വേണ്ടിയിട്ടാണ്, ആത്മാവിന് വേണ്ടിയിട്ടല്ല പിതൃകർമ്മം. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി ജനിച്ചു മരിച്ചു. ആ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഇന്നും ഹോളിഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ഒരിക്കലും മഹാത്മാഗാന്ധിക്ക് വേണ്ടിയല്ല. മഹാത്മാഗാന്ധി അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ജനിച്ച ആൾ മരിച്ചു കഴിഞ്ഞു പിന്നെന്തിനാ ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നത് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ നന്മകൾ നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്താനും പകർത്താനുമെല്ലാമാണ്. തിരുനെല്ലിയിലും ഗയയിലും അല്ലെങ്കിൽ ത്രിവേണിയിലും ചെന്ന് പിതൃകർമ്മം നടത്തിയാൽ പിന്നെ പിതൃകർമ്മം നടത്തേണ്ട ആവശ്യമുണ്ടോ? ഹൈക്കോടതി ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരം ധർമ്മശാസ്ത്രം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ ധർമ്മശാസ്ത്രം അടിമുടി പഠിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അത് ഞാൻ തന്നെയാണ് വിവർത്തനം ചെയ്ത മലയാളത്തിലേക്ക്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എത്ര കാലം നമ്മൾ ജീവിക്കുന്നുവോ അത്രയും കാലം മാതാപിതാക്കളുടെ പിതൃകർമ്മം നടത്തേണ്ട, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മന്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കുമുള്ള പിതൃകർമ്മം നടത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. തിരുനെല്ലിയിൽ പോയിട്ട് പിതൃകർമ്മം നടത്തിയാലും ഗയയിൽ പോയിട്ടോ വാരണാസിയിൽ പോയിട്ടോ എവിടെ ചെന്ന് പിതൃകർമ്മം നടത്തിയാലും എല്ലാ വർഷവും അവർ മരിച്ച ദിവസമോ അല്ലെങ്കിൽ കർക്കിടകത്തെ കർത്തവാവിനോ പിതൃകർമ്മം നടത്തേണ്ട ആവശ്യമുണ്ട്. ആത്മാവ് വൈകുണ്ഠത്തിൽ പോയാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ?
പിതൃകർമ്മം നടത്താൻ വേണ്ടി ആവാഹിക്കേണ്ട ആവശ്യമുണ്ടോ? ആത്മാവ് വൈകുണ്ഠത്തിലേക്ക് പോയോ, വിഷ്ണുപദം പ്രാപിച്ചോ, സ്വർഗത്തിലേക്ക് എത്തിയോ എന്നൊന്നും ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ആത്മാവ് എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ, ആത്മാവ് ഏത് രീതിയിൽ പുനർജന്മം എടുത്തോട്ടെ, നമ്മൾ ചെയ്യാനുള്ള കർത്തവ്യത്തെക്കുറിച്ചാണ് പിതൃകർമ്മം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആത്മാവ് എവിടെയുണ്ട് എവിടെയില്ല എന്നൊന്നും ചിന്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. നമ്മൾ ഗാന്ധി ജയന്തി ആഘോഷിക്കുമ്പോൾ മഹാത്മാഗാന്ധി ഇത് അറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ലല്ലോ. അതേപോലെ ആഗസ്റ്റ് 15 ഭാരത സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ അതിനുവേണ്ടി പോരാടിയ വ്യക്തികൾ ഇതെല്ലാം കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ അത് നടത്തണം. ഇനി അഥവാ ഒരാൾക്ക് അത് നടത്തണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നടത്തണ്ട, അത്രയേ ഉള്ളൂ. അതിൽ വലിയ പ്രശ്നമൊന്നും വരാനും പോണില്ല. നമ്മളുടെ ദൗത്യം, അമേരിക്കയിലൊക്കെ താങ്ക്സ് ഗിവിങ് ഡേ ഉണ്ട്. ആ താങ്ക്സ് ഗിവിങ് ഡേ കൊടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നമ്മൾ ആശുപത്രിയിൽ ചെന്നിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഫീസ് കൊടുക്കാതെ വരുന്നത് പോലെയല്ല പിതൃകർമ്മം നടത്തുന്നത്. പിതൃകർമ്മം നടത്തിയില്ലെങ്കിൽ നടത്തണമെന്നില്ലാത്തവർക്ക് നടത്തണ്ട, നടത്തണമെന്നുള്ളവർക്ക് ഭംഗിയായിട്ട് നടത്താം. ആത്മാവിനെ സ്മരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ അച്ഛനെയും അമ്മയെയും എന്നെ സഹായിച്ചവരെയും എനിക്ക് വേണ്ടി ജീവിച്ചവരെയും എല്ലാം സ്മരിക്കുന്നത് മനുഷ്യൻ ചെയ്യുന്ന കർത്തവ്യമാണ്. അത് മനുഷ്യൻ്റെ കടപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക്സ് പ്രസൻറ്റ് ചെയ്യേണ്ടത് വർഷത്തിലൊരിക്കൽ നമ്മളെ സഹായിച്ചവരെയും ജന്മം നൽകി വളർത്തിയവരെയും എല്ലാം നമ്മൾ ഓർമ്മിക്കുന്നു, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത് ഒരു ആത്മീയ ചടങ്ങായിട്ട് എടുത്താൽ മതി. സ്ത്രീകൾക്ക് പിതൃകർമ്മം നടത്താൻ സ്വാതന്ത്ര്യമുണ്ടോ? ഭാരതത്തിലെ എല്ലാവർക്കും, ഏത് മതത്തിൽപ്പെട്ടവനും ഏത് വിഭാഗത്തിൽപ്പെട്ടവനും പിതൃകർമ്മം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പുരുഷന്മാർക്ക് പിതൃകർമ്മം നടത്തുമ്പോൾ കുറച്ച് കൂടുതൽ ചടങ്ങുകളുണ്ട്, സ്ത്രീകൾക്ക് കുറച്ച് ചടങ്ങുകളേ ഉള്ളൂ. അത്ര ചടങ്ങുകൾ നടത്തിയാൽ മതി. സ്ത്രീ ജന്മം തന്നെ പുണ്യജന്മമാണ്. തലമുറകൾക്ക് ജന്മം നൽകി ആ കുലത്തെ നിലനിർത്തുന്നത് തന്നെയാണ് സ്ത്രീകൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം എന്ന് ഭാരതീയ ധർമ്മശാസ്ത്രം പറയുന്നു. പുല എന്തിനുള്ളതാണ്? പുലയുള്ള ദിവസം അമ്പലത്തിലേക്ക് പോകാമോ? പുല എന്ന് പറയുന്നത് അമ്മയുടെ ഗർഭത്തിൽ 10 മാസം കഴിയുമ്പോൾ ആ 10 മാസത്തിൽ ഒരു മാസത്തിന് ഒരു ദിവസം എന്നുള്ള രീതിയിലാണ് മരിച്ചു കഴിയുമ്പോൾ മരിച്ച ആളുമായി ബന്ധപ്പെട്ട് 10 ദിവസം പുല എന്ന് ആചരിക്കുന്നത്. 10 മാസത്തിന് 10 ദിവസം തുല്യമായിട്ട്. ചില പുസ്തകങ്ങളിൽ 12, 14, 16 എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 ധർമ്മശാസ്ത്രം പറയുന്നത്. ആ 10 ദിവസം നമ്മളുടെ സംരക്ഷണം, ആരാണോ മരിച്ച ആളുടെ മക്കളുടെ, അടുത്ത ബന്ധുക്കളുടെ സംരക്ഷണം മറ്റു ബന്ധുക്കളും സുഹൃത്തുക്കളും ഏറ്റെടുക്കണം. അവര് 10 ദിവസം മറ്റ് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ നിന്ന് പുറത്തേക്കും പോകരുത് എന്നുള്ളതാണ് നിയമം. ആ 10 ദിവസം അവരെ കാണാൻ വരികയും ആശ്വസിപ്പിക്കാൻ വരികയും ചെയ്യുന്നവരോടെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ മരിച്ച സംഭവം, പിതൃകാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞ് അത് യഥാർത്ഥത്തിൽ അത് ദുഃഖമല്ലാതെയായിത്തീരണം. പറഞ്ഞ് ദുഃഖമല്ലാതെയായിത്തീരാം. അതിനാണ് 10 ദിവസം വലിയ ആഡംബരങ്ങളില്ലാതെ ലഘുവായ ഭക്ഷണം കഴിച്ച് നിലത്ത് കിടന്നുറങ്ങി വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ, ആഘോഷങ്ങളും ആചാരങ്ങളും ഒന്നും ഇല്ലാതെ വളരെ ലളിതമായ 10 ദിവസത്തെ ജീവിതം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സപ്പോർട്ടോടുകൂടി നടത്താൻ പാകത്തിന് സുഹൃത്ത് വലയങ്ങളും ബന്ധുക്കളുടെ വലയങ്ങളും ഉണ്ടാക്കണം. അവർക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും സഹായിക്കണം. അപ്പോൾ ശരിക്കും സൊസൈറ്റിയുടെ സ്ട്രോങ് ബോണ്ടേജിന് വേണ്ടിയിട്ടാണ് പുല എന്ന് പറയുന്നത്. ആ പുല ഈ ഉള്ള സമയത്ത് അമ്പലത്തിലേക്ക് പോകരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്. കാരണം നമ്മളെ കാണാൻ വരുന്നവരും ആശ്വസിപ്പിക്കാൻ വരുന്നവരുമായിട്ടുള്ള ബന്ധമെല്ലാം ദൃഢമാകാനും പരസ്പരം സഹായിക്കാനും സഹകരിക്കാനുള്ള ഒരു ഡെമോൺസ്ട്രേറ്റീവ് ആന്ത്രപ്പോളജിക്കൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യലാണിത്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും മരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് 10 ദിവസം ജീവിച്ചതെന്ന് എൻ്റെ മക്കൾ കാണുന്നുണ്ട്. ആ മക്കൾക്കും ഇതേപോലൊരു ഫീലിംഗ് ഉണ്ടാക്കാൻ ഞാൻ നേരിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കൽ കൂടിയാണ് പുല എന്ന് പറയുന്നത്. പുല എത്ര ദിവസം ആചരിക്കണം? ജനറലി 10 ദിവസം. വിവാഹം കഴിച്ചു കൊടുത്ത് ബന്ധുത്വത്തിൻ്റെ ഗാഢത മാറുന്നതനുസരിച്ച്
2 ദിവസമോ 3 ദിവസമോ 4 ദിവസമോ ആവാം. പുലയുള്ള ദിവസം അമ്പലത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പുലയുള്ള ദിവസം അമ്പലത്തിലേക്ക് പോകരുത് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്. നാമം ജപിക്കാം, മന്ത്രങ്ങൾ ജപിക്കാം, കീർത്തനങ്ങൾ ചൊല്ലാം, വീട്ടിൽ വിളക്കെത്തിക്കാം, കുളിച്ച് ശുദ്ധമായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യാം. പക്ഷെ വേദമന്ത്രം ചൊല്ലരുത് എന്ന് മാത്രം പറയാറുണ്ട്. വാലായ്മ എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിൽ ഈ വാലായ്മ എന്നുള്ളതിന് പല പേരുകൾ പറയാറുണ്ട്. പെറ്റബല എന്നുള്ളതൊക്കെ പറയാറുണ്ട്. പണ്ട് നമ്മുടെ വീടുകളൊക്കെ വളരെ ചെറുതായിരുന്നു, ഓലമേഞ്ഞ ചെറിയ വീടുകൾ. ആ വീടുകളിൽ പ്രസവം നടന്നാൽ ധാരാളം വ്യക്തികൾ അകത്തേക്ക് കയറുകയും പുറത്തേക്ക് വരികയും എല്ലാം ചെയ്താൽ നവജാത ശിശുവിനും അമ്മയ്ക്കൊക്കെ രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെമ്പഴന്തിയിൽ പോയാൽ കാണാൻ സാധിക്കും നാരായണ ഗുരുദേവൻ ജനിച്ച വീട് എത്ര ചെറുതാ, ആ മുറി എത്ര ചെറുതാ. അതേപോലെയായിരുന്നു പണ്ട്. അപ്പോൾ പുതിയ കുട്ടിയെ കാണാനും ബാക്കിയുള്ളതിനെല്ലാം പലരും വന്ന് കയറുകയും പോവുകയും ചെയ്താൽ ആ കുട്ടിക്ക് രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ ഒന്ന് മാറ്റി നിർത്താൻ 10 ദിവസത്തേക്ക് വാലായ്മ ആചരിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല. വലിയ വീടുകളാണ്, പലപ്പോഴും പ്രസവം ആശുപത്രിയിലാണ്. അതുകൊണ്ട് വാലായ്മയ്ക്ക് ഒരു പ്രസക്തിയുമില്ല. പിന്നെ ഡെഡ് ബോഡി അഗ്നിയിൽ ദഹിപ്പിക്കണം എന്ന് പറയുന്നത് കാരണം എന്താണ്? പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് മനുഷ്യ ശരീരമുണ്ടായത്. പൃഥ്വി, അപ്പ്, തേജ, വായു, ആകാശം. ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്ന ഈ ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് തിരിച്ചു പോകണം. അതാണ് നമ്മൾ അഗ്നിയിൽ ദഹിപ്പിക്കുന്നത്. അഗ്നിയിൽ ദഹിപ്പിക്കുമ്പോൾ ചാരം മണ്ണിൽ ഒരു ഭാഗം പോകും, ചാരത്തിൻ്റെ വേറൊരു ഭാഗം നമ്മൾ കടൽ വെള്ളത്തിലോ നദിയിലോ ഒഴുക്കുന്നു. ആ കത്തിയ ശരീരത്തിൻ്റെ ഒരു ഭാഗം വായുവായിട്ട് മുകളിലേക്ക് പോകുന്ന കാണാം, കുറേ പുകയായിട്ട് ആകാശം വരെ എത്തുന്നത് കാണാം. അപ്പോൾ പൃഥിവി മണ്ണിൽ, അപ്പ് വെള്ളത്തിൽ, വായു വായുവിൽ, ആകാശം തേജ അഗ്നിയിൽ. 5 നിന്ന് വന്ന ശരീരം 5ലേക്ക് തിരിച്ചു കൊടുക്കലാണ് അഗ്നിയിൽ ദഹനക്രിയ നടത്തുക. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധുക്കളുടെ ശരീരം ഒരിക്കലും മണ്ണിൽ കുഴിച്ചിട്ട് പുഴുവരിച്ച് നശിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ധൈര്യമായിട്ട് അഗ്നിയിൽ നിങ്ങൾ ദഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ചാരം നദിയിൽ ഒഴുക്കുന്നത് എന്തിനാണ്? യഥാർത്ഥത്തിൽ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് വെള്ളം. അതുകൊണ്ട് പവിത്രമായ നദിയിൽ നമ്മൾ ഒഴുകുന്നു. അഗ്നി പരിശുദ്ധമായ ദേവതാ സങ്കല്പത്തിൽ ശവം ദഹിപ്പിക്കുന്നത് ശരിയാണ്. അഗ്നിക്ക് 7 ഭാഗമുണ്ടെന്നാ പറയുക. സപ്തഹസ്തശ്ചതുശൃംഗ സപ്തജിഹ്വോതി ശീർഷ സ്വഹാന്തു ദക്ഷിണേ പാർശ്വേ സ്വധാം വാമാം സ്തദാപരെ എന്ന് പറയാം. 7 അഗ്നിനാളങ്ങളുള്ളതിൽ 7ാമത്തെ അഗ്നിനാളത്തിൻ്റെ പേര് ക്രവ്യാഗ്നി എന്നാണ്. അന്ത്യക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന അഗ്നി. 6 അഗ്നിനാളങ്ങൾ ഗണപതി ഹോമം, യാഗം നടത്താൻ, ചണ്ഡികാ ഹോമം നടത്താൻ, കർഗഹോമം നടത്താനും എല്ലാത്തിനും 6 പവിത്രമായ അഗ്നിനാളവും 7ാമത്തേത് സെമി പവിത്രമായ ക്രവ്യാഗ്നി നാളത്തിലാണ് നമ്മൾ ശവശരീരം ദഹിപ്പിക്കുന്നത് എന്നുള്ളത് ആവാഹിച്ചു മാറ്റി ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അഗ്നിയിൽ ദഹിപ്പിക്കുന്നത് ഇതാണ്. പിന്നെ ശരീരം കുളിപ്പിച്ച് നല്ല രീതിയിൽ ശുദ്ധമാക്കിയിട്ട് യാഗദ്രവ്യമായിട്ടാണ് അഗ്നിയിൽ ഹോമിക്കുക. ശരീരത്തിനെ ഒരു ഹവിസ് പോലെ ആക്കിയിട്ടാണ് ഹോമിക്കുക. അടുത്ത ചോദ്യം, നരകം എന്നുള്ളതുണ്ടോ? നല്ല മനസ്സിൽ നിന്ന് നല്ല ചിന്തകൾ, നല്ല ചിന്തകളിൽ നിന്ന് നല്ല കർമ്മം, നല്ല കർമ്മത്തിന് പുണ്യകർമ്മം എന്ന് പറയും. നല്ല കർമ്മത്തിൻ്റെ ബലം പുണ്യം എന്നാണ്. നല്ല കർമ്മത്തിൻ്റെ പ്രതിഫലം സ്വർഗം. അതെല്ലാം ഈ ഭൂമിയിൽ തന്നെയാണ്. തിന്മ നിറഞ്ഞ മനസ്സ്, അതിൽ നിന്ന് തിന്മ നിറഞ്ഞ ചിന്തകൾ, അതിൽ നിന്ന് തിന്മ നിറഞ്ഞ പ്രവർത്തികൾ, അല്ലെങ്കിൽ പാപകർമ്മങ്ങൾ, തിന്മ നിറഞ്ഞ ദുഷ്കർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ. ദുഷ്കർമ്മങ്ങളുടെ റിസൾട്ടാണ് പാപം, അതിൻ്റെ റിവാർഡാണ് നരകം. മഹാകവി ഉള്ളൂർ പറഞ്ഞതുപോലെ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. ഈ ഭൂമിയിൽ തന്നെയാണ് നരകവും സ്വർഗവും. പലരും പല രീതിയിൽ ജീവിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇത്ര വേദനയോടുകൂടിയാണ് പലരും ജീവിക്കുന്നത്. അപ്പോൾ സ്വർഗവും നരകവും എല്ലാം ഇവിടെയാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ജീവിക്കുക. ഇതിനപ്പുറത്ത് ഒരു സ്വർഗവും നരകവും ഉണ്ടോ എന്നൊന്നും സയൻസിലൂടെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. മറ്റു പലരും തെളിയിച്ച് കണ്ടിട്ടുമില്ല. കഴിഞ്ഞ ജന്മത്തിലെ വാസന ഈ ജന്മത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ധാരാളമായിട്ടുണ്ട്. വളരെ വ്യക്തമായ തെളിവുണ്ട്. ചില വ്യക്തികളോട് വെറുപ്പ്, ചില വ്യക്തികളോട് പ്രത്യേക രീതിയിലുള്ള ഇഷ്ടം, ചിലർക്ക് എരിവിനോട് ഇഷ്ടം, ചിലർക്ക്
ദുഃഖത്തോടിഷ്ടം, ചിലർക്ക് വേദനയോടിഷ്ടം, ചിലർക്ക് പഴയതിനോടിഷ്ടം, ചിലർക്ക് പ്രത്യേക രീതിയിൽ സംസാരിക്കുന്നതിനോടിഷ്ടം, ചിലർക്ക് ചില പ്രത്യേക തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥത്തോടിഷ്ടം. ഇവയെല്ലാം പൂർവ്വജന്മവാസനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ചിലര് അന്ധരായിട്ടും മൂകരായിട്ടും ബധിരരായിട്ടും ജനിക്കുന്നു. എന്തുകൊണ്ട്? പ്രകൃതി ഏതായാലും ഒരു വ്യക്തിയോടും പ്രത്യേകത കാണിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ധർമ്മശാസ്ത്രവും പറയുന്നു. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. ഏതെങ്കിലും ജന്മത്തിലോ ഏതെങ്കിലും തരത്തിലോ ക്രൂരമായ കർമ്മങ്ങൾ ചെയ്ത, വളരെ ദുഷ്ട മനസ്സോടുകൂടി ദുഷ്കർമ്മങ്ങൾ ചെയ്ത വ്യക്തിക്ക് അയാൾ ചെയ്ത ദുഷ്കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിവാർഡുകളായിരിക്കും കിട്ടുക. അതുകൊണ്ടായിരിക്കാം ചിലര് കഴിഞ്ഞ ജന്മത്തിലോ അതിൻ്റെ മുമ്പിലത്തെ ജന്മത്തിലോ മറ്റു പലരെയും അന്ധരാക്കിയിട്ടുണ്ടാവാം, ബധിരരാക്കിയിട്ടുണ്ടാവാം, മൂതരാക്കിയിട്ടുണ്ടാവാം. അതിൻ്റെ എല്ലാം ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈ ജന്മത്തിലാവാം. ഇങ്ങനെ ഒരു വിവരണം നൽകിയാൽ പലർക്കും ദേഷ്യം വരും, പലർക്കും വേദന തോന്നും, പലർക്കും വെറുപ്പ് തോന്നും. പക്ഷേ ചില വിവരണങ്ങൾ ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതും ഇന്ന് ഭൂമിയിൽ കാണുന്നതും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. അങ്ങനെ ബന്ധമുള്ളത് കൊണ്ട് നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിയെയോ ഒരു വിഭാഗത്തെയോ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള വിവരണമല്ല ഇത്. ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമാണ്. ഞാൻ താമസിക്കുന്ന വീട്ടിൽ പണ്ടൊരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഓരോരുത്തരും മരിക്കുന്നത് ഓരോ രീതിയിലാണ്. ചിലർ വണ്ടി ഇടിച്ച് മരിക്കും, ചിലർ പ്രായമായി മരിക്കും, ചിലർ രോഗം വന്ന് മരിക്കും, ചിലർ തൂങ്ങി മരിക്കും. അതെല്ലാം അവരുടെ പ്രത്യേകതയാണ്. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഇതെല്ലാം സംഭവിച്ചു എന്നുള്ളതൊന്നും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല. നല്ല കർമ്മങ്ങൾ ചെയ്യാം. പാവപ്പെട്ടവർക്കും വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും വൃദ്ധർക്കും അനാഥർക്കും വേണ്ടിയിട്ട് എന്തെല്ലാം നല്ല കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുക. ഈ ഏർപ്പെട്ടില്ലെങ്കിലും തൂങ്ങി മരിച്ചതുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ആ ചിന്തകൾ മാറാൻ ഇതുമാതിരിയുള്ള സോഷ്യൽ സർവീസ് ചെയ്യുക. അതായിരിക്കും വളരെ നല്ലത്. ആവശ്യമില്ലാതെ ഞാൻ തൂങ്ങി മരിച്ച വീട്ടിലാണ് താമസിക്കുന്നത്, മരിച്ച ആളുടെ മുറിയിലാണ് കിടക്കുന്നത്, ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല. ചിലർക്ക് നിത്യ ദുഃഖം ഉണ്ടാവുന്നു. എന്താ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വേറെ വല്ലവരെയും നിത്യദുഃഖത്തിൽ ആഴ്ത്തിയവരാണെങ്കിൽ, കഴിഞ്ഞ ജന്മത്തിലോ അതിൻ്റെ മുമ്പിലത്തെ ജന്മത്തിലോ നിത്യദുഃഖത്തിൽ ആഴ്ത്തിയവരാണെങ്കിൽ അവർക്ക് തിരിച്ചു കിട്ടേണ്ട ശിക്ഷയായിരിക്കാം ഈ ജന്മത്തിലെ നിത്യദുഃഖം. സർപ്പശാപം എന്നുള്ളതുണ്ടോ? ഉണ്ടെന്നും എനിക്ക് പറയാൻ പറ്റില്ല, ഇല്ലെന്നും എനിക്ക് പറയാൻ പറ്റില്ല. സർപ്പശാപം ഉണ്ട് എന്ന് പറഞ്ഞ കുറേ പേരെ കാണാനുള്ള യോഗ എനിക്കുണ്ടായി. അവര് ഉള്ള രോഗം ഡോക്ടർമാർക്ക് പോലും ചികിത്സിക്കാൻ പറ്റണില്ല. എനിക്ക് നല്ലോണം അറിയാവുന്ന ഡോക്ടർമാർ എന്നോട് ഇതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള രോഗനിർണയവും സാധിക്കാത്ത വിധത്തിൽ ശരീരം അഴുകിപ്പോവുക, ദുർഗന്ധം വരിക. എന്താ കാരണം എന്ന് പോലും അറിഞ്ഞൂടാ. അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവർ സർപ്പക്കാട് നശിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നിട്ടുണ്ട്. ഇതിനൊന്നും ശാസ്ത്രത്തിന് പിൻബലമില്ല. സയൻസ് കൊണ്ട് ഇതൊന്നും വിവരിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാലും കണ്ടതും കേട്ടതും നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രം. ശബരിമലയിൽ പോയാൽ പാപം തീരുമോ? ജീവിതത്തിൽ ദുഃഖവും വേദനയും കുറെ അധികം അനുഭവിച്ച് തീർക്കാനുള്ളവര് അത് സ്വയം ഏറ്റെടുത്ത് അനുഭവിച്ച് തീർക്കലാണ് ഹിമാലയ യാത്ര, കൈലാസയാത്ര, അമർനാഥ് യാത്ര, ശബരിമല യാത്രയൊക്കെ. വളരെ എളുപ്പമൊന്നുമല്ല പോയി വരിക എന്ന് പറഞ്ഞാൽ, ഒത്തിരി കഠിനാണ്. അപ്പം കഠിനമായ ദുഃഖവും വേദനയും നമ്മൾ അനുഭവിച്ച് തീർക്കാനുള്ളത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ കർമ്മത്തിലൂടെ അങ്ങനെ അനുഭവിച്ച് തീർക്കുക, സ്വയം ഏറ്റെടുത്ത് അനുഭവിച്ച് തീർക്കുക. അപ്പം അനുഭവിച്ച് തീർക്കാൻ ബാക്കിയൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ശബരിമലയിലേക്കും കൈലാസത്തിലേക്കും അമർനാഥിലേക്കും ഒക്കെ പോയാൽ പാപം ഇല്ലാതെയാവും എന്ന് പറയുന്നത്. ആചാരങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ആചാരങ്ങൾ എഴുതിയിരിക്കുന്നത് 4 ശ്രേഷ്ഠരായ മഹർഷിമാരാണ്. പ്രധാനമായിട്ടും ബൗദ്ധായന മഹർഷി എഴുതിയിട്ടുണ്ട്, കാത്യായന മഹർഷി എഴുതിയിട്ടുണ്ട്, ആപസ്തംഭ മഹർഷി എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത മാനവ മഹർഷിയോ മാനവ രീതിയിൽ മാനവ ഗൃഹ്യസൂത്രം, സുൽഭസൂത്രം, കൽപ്പസൂത്രം എന്നുള്ള രീതിയിൽ. അപ്പോൾ മാനവ കൽപ്പശാസ്ത്രം എന്ന ഗ്രന്ഥമുണ്ട്. കാത്യായന കൽപ്പശാസ്ത്രം, ആപസ്തംഭ കൽപ്പശാസ്ത്രം, ബൗദ്ധായന കൽപ്പശാസ്ത്രം. ഈ 4 ഗ്രന്ഥങ്ങളിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. വളരെ വളരെ വ്യത്യാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആചാരങ്ങൾക്ക് വ്യത്യാസമുള്ളത്. വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും വേണം. എല്ലാവരും ഒരേപോലെ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല.
ആചാരങ്ങൾ ഏകീകരിക്കേണ്ട ആവശ്യമില്ലേ? എന്തിനാ ഏകീകരിക്കുന്ന? എല്ലാ ദിവസവും എല്ലാ വീട്ടിലും എല്ലാ ഹോട്ടലിലും സാമ്പാർ മാത്രം ഉണ്ടാക്കിയാൽ എങ്ങനെയിരിക്കും നിങ്ങളുടെ ഭക്ഷണം കഴിക്കൽ? ഏത് ഹോട്ടലിൽ പോയാലും സാമ്പാർ മാത്രമാണെങ്കിൽ പ്രശ്നമല്ലേ? അതുകൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള എല്ലാവർക്കും വേണം. വ്യത്യസ്ത ആചാരങ്ങൾ ഉണ്ടാവട്ടെ, വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഉണ്ടാവട്ടെ, വ്യത്യസ്ത താല്പര്യമുള്ളവരുണ്ടാവട്ടെ. ഇതൊക്കെ അത്യാവശ്യമാണ്. വിവിധതാമേ ഏകത, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ വളരെയധികം വ്യത്യാസമുണ്ടാകും. പുരാണം വായിച്ചാൽ പുണ്യം കിട്ടുമോ? പുരാണം വായിച്ചത് കൊണ്ട് പുണ്യം കിട്ടില്ല. പുരാണം വായിച്ച മനസ്സിലെ തിന്മകൾ മാറ്റി നന്മകളാക്കിയാൽ തിന്മ നിറഞ്ഞ മനസ്സിൽ നിന്ന് വരുന്ന തിന്മ നിറഞ്ഞ ചിന്തകൾ ഇല്ലാണ്ടാക്കാൻ സാധിക്കും. അത് നന്മ നിറഞ്ഞ മനസ്സിൽ നിന്ന് വരുന്ന നന്മ നിറഞ്ഞ ചിന്തകളാക്കി മാറ്റാൻ സാധിക്കും. നന്മ നിറഞ്ഞ ചിന്തകളെ നന്മ നിറഞ്ഞ കർമ്മങ്ങളാക്കി മാറ്റാൻ സാധിക്കും. നന്മ നിറഞ്ഞ കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ എന്ന് പറയുന്നു. അത് പുണ്യകർമ്മ ഫലങ്ങൾ മാറ്റാൻ സാധിക്കും, അഥവാ പുണ്യമാക്കാൻ സാധിക്കും. അങ്ങനെയാണ് വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം പഠിച്ചാൽ പുണ്യം ലഭിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. മനസ്സ്, ചിന്തകള്, കർമ്മം, കർമ്മഫലം, കർമ്മത്തിൻ്റെ പ്രതിഫലം, ഇതിൽ മാറ്റം വരുന്നത് കൊണ്ടാണ് പുണ്യം ലഭിക്കും എന്ന് പറയുന്നത്. ഇനിയും ചോദ്യോത്തരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും. പ്രണാമം, നമസ്കാരം.